നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശ്രീമാൻ കെ സുധാകരൻ. നമുക്കൊക്കെ തന്നെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാ കാലത്തും തന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജില്ലയിൽ ഏറ്റവും ഉജ്ജ്വലമായി നയിച്ച നേതാവാണ് അദ്ദേഹം. കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം കൂടുതലും കണ്ണൂരാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ഊർജവും ആവേശവും നൽകിയ നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സമയത്ത് ഒരു പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നിർണായകമായ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ വരെ സംസാരിച്ചു. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അവയ്ക്കൊരു പരിഹാരം എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു ഭരണകൂടം 10 വർഷമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പലരും പറഞ്ഞതുപോലെ ബംഗാളിലെ ഗവൺമെന്റ് 33 വർഷക്കാലം ഭരിച്ചതിന് ശേഷമാണ് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോയതെങ്കിൽ ഇവിടെ 10 വർഷം കൊണ്ട് തന്നെ അതിനേക്കാൾ വലിയ മോശം അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഏതായാലും അത് മാറ്റിയെടുക്കുക. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ 2 തവണയായി UDF പരാജയപ്പെടുന്നു. ആ UDFനെ തിരിച്ചു കൊണ്ടുവരിക ആ ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യം എല്ലാവരും കൂട്ടായി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അദ്ദേഹത്തിന്റെ സ്നേഹപൂർണമായ ആശ്ലേഷവും അതുപോലെ തന്നെ അനുഗ്രഹവും ഒക്കെ ഈ സമയത്ത് പ്രചരണം ആരംഭിച്ചു. നമ്മളിപ്പോൾ ഇന്ന് അദ്ദേഹമായി സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കൺവീനിയൻ ഡേറ്റിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരം കൊണ്ട് അതിൻ്റെ പ്ലാനിംഗ് ഉണ്ടാകും. UDFന്റെ ഉന്നത നേതൃത്വം, അതായത് കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിനകത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇന്ന് വൈകുന്നേരം കൂടിയാലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്കറിയാം ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡാണ് ഇതുള്ളത്. കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചിട്ടപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് യോഗം ചേർന്നു. ആ യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് നിശ്ചയിക്കുന്ന സമയത്ത് കൺവെൻഷൻ വിളിച്ചു ചേർക്കാൻ അദ്ദേഹം അനുവാദം തന്നിട്ടുണ്ട്. ആ കൺവെൻഷൻ അദ്ദേഹം പങ്കെടുക്കുക. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് കൺവെൻഷൻ ചെയ്യുക. വളരെ നന്നായി ചിട്ടയോടെ നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട്, പക്ഷേ അത്രയും വേഗത്തിൽ എല്ലാറ്റിനെയും മറികടന്നുകൊണ്ട് മുന്നിലെത്താനുള്ള പ്രവർത്തനം ഞങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതുമായി ബന്ധപ്പെട്ടാവാം. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിൽ കൊടുത്ത വാക്കാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ആ നിലയുള്ള തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. അതാണോ അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ഉൾപ്പെടെ ഒരിക്കലും മോഹനൻ സ്ഥാനാർത്ഥിയാകുന്നതിന് എനിക്ക് ഒരു തരത്തിലും തടസ്സമില്ല. അതിനെന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഞാനും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം എല്ലാ കാലത്തും തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞതല്ല, അത് നേതൃത്വത്തെ ബന്ധപ്പെട്ടാണ്. പക്ഷെ നമ്മൾ തമ്മിൽ നിങ്ങളെ പലരും പറഞ്ഞ ഒരു അതുമല്ല. എന്നും എനിക്ക് ഒരു ഏറ്റവും നല്ല നിർദ്ദേശവും ഉപദേശവും ഒക്കെ തരുന്ന ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഇനിയും തുടങ്ങും. ഇപ്പോഴത്തെ ഈ സമയത്ത് സ്വാഭാവികമായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോഴും പറഞ്ഞ കുറേ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യേണ്ട വിഷയമില്ലായിരുന്നു. എന്തായാലും നേതൃത്വപരമായ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവും ഈ തെരഞ്ഞെടുപ്പ് സാധനം എല്ലാം പൂർണ്ണമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കും. ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു ടീമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്ന് നിൽക്കുക എന്നതാണ് കീഴ്വഴക്കം. പല സ്ഥലത്തും വെടിയും പുകയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. അത് കണ്ണൂരിൻ്റെ കാര്യത്തിലും മറ്റു പല സ്ഥലത്തും. അപ്പോൾ ഏതായാലും ഐക്യത്തോടെ മുന്നോട്ട് പോകും. അതൊരു സന്ദേശമാണ്. കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.